ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന മാതൃകാ ടൗൺഷിപ്പിലെ ആദ്യ വീടിന്റെ കോൺക്രീറ്റിംഗ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കും. ജോഷിലയുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ജോഷില, ആശ്വാസത്തിന്റെ അല്ലെങ്കിൽ അതിജീവനത്തിന്റെ ഒക്കെ എന്ന് പറയാം, അത്തരത്തിൽ ഇപ്പോഴിതാ മേൽക്കൂര ഉയരുകയാണ്. ആദ്യ വീടിന്റെ കോൺക്രീറ്റിംഗ് ആണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കുന്നത്. എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരുക്കങ്ങൾ, എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, ഇന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൗൺഷിപ്പിന്റെ മാതൃകാ വീടിന്റെ കോൺക്രീറ്റ് ഇന്ന് 12 മണിയോടുകൂടി നടക്കും. 18 ഏകദേശം കോൺക്രീറ്റ് നടത്താൻ പറ്റും എന്നുള്ളതായിരുന്നു ഈ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി അധികൃതർ കരുതിയിരുന്നത്. എന്നാൽ അതിനും മുൻപ് തന്നെ എത്രയും പെട്ടെന്ന് നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് തൊഴിലാളികൾ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കോൺക്രീറ്റിലേക്ക് എത്തുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന്, അതായത് ഒരു ദിവസം പോലും വൈകിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് കോൺക്രീറ്റ് പണി നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ 12 മണിക്ക് ഇത്തരത്തിൽ ഒരു മാതൃകാ വീടിന്റെ കോൺക്രീറ്റ് വച്ചിരിക്കുന്നത്. 357.48 കോടി രൂപയുടെ ഭരണാനുമതി ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു കഴിഞ്ഞത് മിനിഞ്ഞാന്നാണ്. ആ ഒരു സമയത്ത് തന്നെ ഇതൊക്കെ തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. 20 കോടിയോളം രൂപ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി കോൺട്രാക്ടർക്ക് നൽകാനുള്ള തീരുമാനം, അതായത് ഇതിന്റെ കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ടർക്ക് മുൻകൂറായി നൽകാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. എന്തായാലും ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും സംസ്ഥാന സർക്കാർ എടുക്കുകയില്ല. എത്രയും പെട്ടെന്ന് ടൗൺഷിപ്പ് പൂർത്തിയാക്കണം. അതുപോലെ തന്നെ ജനങ്ങളെ പുനരധിവസിപ്പിക്കണം. ഇപ്പോൾ വാടക വീടുകളിലാണ് കഴിയുന്നത്. അവർക്കുള്ള വാടക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയതാണ്. അതുപോലെ തന്നെ 300 രൂപ വേതനവും നൽകാനുള്ള തുടരാനുള്ള തീരുമാനവും ആയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഒരേ സമയം അവരെ വാടക വീടുകൾ താമസിപ്പിക്കുക, അതുപോലെ തന്നെ പുതിയ വീടുകളിലേക്ക് മാറ്റാനുള്ള തീരുമാനം, അവരുടെ ദൈനംദിന ജീവിതം, ഇതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ അത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോൺക്രീറ്റിന്റെ അല്ലെങ്കിൽ മേൽക്കൂരയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഘട്ടത്തിലേക്കാണ്. ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം മാത്രമല്ല, ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ് ഭദ്ര. തീർച്ചയായും ജോഷ്ല, എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ അടക്കം അവഗണന തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിന്റെ അഭിമാനകരമായ സന്തോഷകരമായ നിമിഷത്തിലൂടെ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരൊക്കെ തടസ്സം നിന്നാലും ആരൊക്കെ എതിർത്താലും ശരി, ഇതുമായി മുന്നോട്ട് പോകും എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ അത് നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഘട്ടത്തിൽ ഒന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, ആശ്വാസത്തിന്റെ ആദ്യ വീടിന്റെ ആ ഒരു മേൽക്കൂര ഇതിപ്പോൾ ഉയരുകയാണ്. ആദ്യ വീടിന്റെ കോൺക്രീറ്റിംഗ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കുക. ജോഷ്ലയാണ് വിശദാംശങ്ങൾ നൽകിയത്.